റെസ്പെക്റ്റ് ഇത് നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാവരും വളരെ ആഗ്രഹിക്കുന്നതും വളരെ പ്രാധാന്യം കൊടുക്കുന്നതുമായ ഒരു കാര്യമായിരിക്കും അല്ലേ? എന്നാൽ ഇന്ന് പലർക്കും അറിയില്ല ഈ ഒരു റെസ്പെക്റ്റ് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന്. ഇതുകൊണ്ട് തന്നെ അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള വാക്കുകൾ പോലും ആളുകൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, അവരെ ടോട്ടലി ഇഗ്നോർ ചെയ്യുന്നു. റിയാലിറ്റി എന്താണെന്നാൽ റെസ്പെക്റ്റ് വെറും പവർ, മണി, നിങ്ങളുടെ കൈൻഡ്നെസ് ഇതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. റെസ്പെക്റ്റ് നേടിയെടുക്കാൻ ആറ്റിറ്റ്യൂഡ്, കോൺഫിഡൻസ്, ചില പവർഫുൾ സ്ട്രാറ്റജീസ് ഇതും ആവശ്യമാണ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും വളരെ പവർഫുൾ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ പേഴ്സൺ ആയിട്ട് മാറാൻ സാധിക്കും. സോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കും വളരെ പവർഫുൾ ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിത്വം ബിൽഡ് ചെയ്യാൻ സാധിക്കും. പോയിന്റ് നമ്പർ 1, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതേ റെസ്പെക്റ്റ് തിരിച്ചു ലഭിക്കുമെന്ന്. യെസ്, ഇതൊരു ഫാക്റ്റ് തന്നെയാണ്. ബട്ട് മറ്റൊരു റിയാലിറ്റി എന്താണെന്നാൽ റെസ്പെക്റ്റ് എന്നുള്ളത് അതൊരു ഫോഴ്സാണ്. ഇത് ഡയറക്റ്റ്ലി ഭയത്തോട് ലിങ്ക് ആയിട്ട് കിടക്കുന്നു. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സിംഹത്തെ ഒരു കൊതുവിനേക്കാൾ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്ന്. കാരണം സിംഹത്തിൻ്റെ ഒരു ഗർജനം മതി നിങ്ങൾ മുഴുവനായിട്ടും പേടിച്ചു വിറയ്ക്കാൻ. എന്നാൽ ഒരു കൊതുവിനെ നിങ്ങൾ യാതൊരു ഭയവുമില്ലാതെ അടിച്ചകറ്റുന്നു. ഇവിടെ രണ്ടും ജീവനുള്ള ജീവികൾ തന്നെയാണ്. എന്നാൽ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങളെ ഒറ്റയടിക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പവറുള്ള ആനിമലിനെയാണ്. ഇതൊരിക്കലും ഒരു കോയിൻസിഡൻസ് അല്ല. റെസ്പെക്റ്റിൻ്റെ റിയൽ ഫോഴ്സ് എന്നുള്ളത് ആക്ച്വലി ഇതാണ്. സോ ഓരോ പവർഫുൾ ലീഡറും ഇത് യൂസ് ചെയ്യുന്നു. എന്നാൽ ഇതിനർത്ഥം റെസ്പെക്റ്റ് ലഭിക്കാൻ നിങ്ങൾ വളരെ വയലൻസ് ഉള്ള ഒരു പേഴ്സണായിട്ട് മാറണമെന്നോ മറ്റുള്ളവരെ അടിച്ചമർത്തണമെന്നോ അല്ല. ഇൻഫാക്റ്റ് നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരായിരിക്കും. നമുക്ക് നല്ല ഭക്തിയും ബഹുമാനവും ഒക്കെ ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ചെറിയൊരു പേടി കൂടി ഉണ്ടായിരിക്കും. കാരണം ദൈവം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സാണ്. സോ ഇതുപോലെ നിങ്ങളിലും മറ്റുള്ളവർക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പവർ, ക്യാപ്പബിലിറ്റീസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ നിർബന്ധിതരായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബോക്സിംഗ് പേഴ്സണായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അയാളുടെ നോക്കൗട്ട് പവർ ഇൻസൈൻ ആണ്. ബട്ട് നിങ്ങളുടെ ഒരൊറ്റ പഞ്ചിൽ അയാൾ നോക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അയാൾ പിന്നെ നിങ്ങളെയും നിങ്ങളുടെ നോക്കൗട്ട് എബിലിറ്റീസിനെയും റെസ്പെക്റ്റ് ചെയ്യാൻ നിർബന്ധിതനാകും. സോ ഇതുപോലെ നിങ്ങൾക്കും റിയൽ റെസ്പെക്റ്റ് നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങളെ ഒരു അൺബ്രേക്കബിൾ പവർഫുൾ പേഴ്സൺ ആക്കി മാറ്റണം. ഫ്രണ്ട്സ്, അടുത്ത 60 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പവർഫുൾ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളിൽ കൺസിസ്റ്റൻസി, സെൽഫ് ഡിസിപ്ലിൻ, സ്ട്രോങ് ഹാബിറ്റ്സ് ഇതൊക്കെ ബിൽഡ് ചെയ്ത് നിങ്ങളെ ഒരു സ്ട്രോങ് പേഴ്സണാക്കി മാറ്റാൻ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ നിന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. പോയിന്റ് നമ്പർ 2, ഇമാജിൻ നിങ്ങളൊരു ക്ലോത്തിങ് സ്റ്റോറിൻ്റെ പുറത്ത് നിൽക്കുന്നു. പെട്ടെന്നൊരാൾ ലെംബോർഗിനിയിൽ വന്ന് അതിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അയാൾ വേറെ ലെവൽ ലുക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. പെർഫെക്റ്റ് മസ്കുലർ ബോഡി, വെൽ ഡ്രസ്ഡ് ആൻഡ് പവർഫുൾ ആറ്റിറ്റ്യൂഡ്. പിന്നെ വളരെ അട്രാക്റ്റീവായ ഒരു പെൺകുട്ടി കൂടി ആ ഒരു കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഈ ഒരു സമയത്ത് ഈ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് തീർച്ചയായിട്ടും വരും, ഓ അയാളുടെ കയ്യിൽ എല്ലാമുണ്ട്, അയാൾ സൂപ്പർ റിച്ച് ആണ് എന്ന്. നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ ഒരു സെൻസ് ഓഫ് റെസ്പെക്റ്റ് അയാളെ പറ്റി ക്രിയേറ്റ് ആകും. ഇതാണ് സൂപ്പർഫിഷ്യൽ റെസ്പെക്റ്റ്. ഇത് നിങ്ങൾക്ക് എപ്പോൾ ലഭിക്കുമെന്നാൽ നിങ്ങൾ വളരെ ഇംപ്രസീവ്, അട്രാക്റ്റീവ് ആൻഡ് മറ്റുള്ളവരെക്കാളും പവർഫുൾ ആയിട്ട് കാണുമ്പോഴാണ്. ബട്ട് ഇതിൻ്റെ അർത്ഥമെന്നുള്ളത് ഇതല്ല, ഈ ഒരു റെസ്പെക്റ്റ് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളൊരു സൂപ്പർ റിച്ച് ആകണമെന്ന്. നേരെ മറിച്ച് നിങ്ങൾ തോമസ് ഷെൽബിയെ പോലെ നിങ്ങളുടെ ഇമേജ് മറ്റുള്ളവരെക്കാളും വളരെ സ്ട്രോങ് ആൻഡ് പവർഫുൾ ആക്കണം. സോ ഇതിനായിട്ട് നിങ്ങൾ ഒരു 5 പവർഫുൾ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുക. നമ്പർ 1, നിങ്ങളൊരു സ്ട്രോങ് മസ്കുലർ ബോഡി ബിൽഡ് ചെയ്യണം. ആനിമൽ കിങ്ഡത്തിൽ വളരെ പവർഫുൾ ആൻഡ് സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ലയണിനെ ആയിരിക്കും മറ്റെല്ലാ ആനിമൽസും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുക. മറ്റ് അനിമൽസിന് അതിനെ ചലഞ്ച് ചെയ്യാനുള്ള ധൈര്യം പോലും ഉണ്ടായിരിക്കില്ല. കാരണം അത് ആൽഫയാണ്. നമ്മളിലെ ഹ്യൂമൻസിലും ആൽഫ മെയിൽസിന് കൂടുതൽ സക്സസ്, പവർ, റെസ്പെക്റ്റ് ഇതെല്ലാം ലഭിക്കുന്നു. എന്നാൽ ഇന്ന് ഭൂരിഭാഗം ആളുകളും വളരെ വീക്ക് ആൻഡ് ലേസി മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. ഇതുകൊണ്ട് തന്നെ ഇവരെക്കാളും നിങ്ങളുടെ ബോഡി, മൈൻഡ് സെറ്റ് ഇതിലൊക്കെ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിലും മറ്റുള്ളവരെക്കാളും നിങ്ങൾക്ക് കൂടുതൽ പവർഫുൾ ആൻഡ് റെസ്പെക്റ്റബിൾ ആകാൻ സാധിക്കും. സോ ഇനി മുതൽ വർക്കൗട്ട് ചെയ്ത് നിങ്ങളെ തന്നെ ഫിസിക്കലി ഫിറ്റ് ആൻഡ് സ്ട്രോങ് ആക്കുക. രണ്ടാമതായി തോമസ് ഷെൽബിയെ പോലെ വളരെ റിലാക്സ്ഡായി പതിയെ സംസാരിക്കുക. ആൻഡ് ആരെങ്കിലുമൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ വളരെ പീസ്ഫുള്ളായ സ്മൈലോട് കൂടി അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ കോൺഫിഡൻറ്റ് ആൻഡ്
ഡോമിനൻ്റ് ആയിട്ട് കാണപ്പെടും. ഇതിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്, നിങ്ങളെ ഭയപ്പെടുത്താൻ സാധിക്കില്ല എന്ന്. സോ ആളുകളോട് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് നിങ്ങൾ കണ്ണെടുക്കാതെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണെങ്കിൽ അത് മതി അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് പോലെ ഫീൽ ചെയ്യും. സോ ഇടയ്ക്ക് നിങ്ങളുടെ ഒരു ഐ കോണ്ടാക്ട് ഒന്ന് ബ്രേക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഐ കോണ്ടാക്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും താഴത്തേക്ക് നോക്കി അത് ചെയ്യരുത്. കാരണം ഇത് നിങ്ങൾ നെർവസ് ആൻഡ് വീക്ക് ആണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. സോ എപ്പോഴും ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റിലേക്ക് നോക്കി ഐ കോണ്ടാക്ട് ബ്രേക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണിലേക്ക് നോക്കാൻ മടിയാണെങ്കിൽ അപ്പോൾ അവരുടെ ഐബ്രോസിൻ്റെ നടുവിലേക്ക് മൂക്കിലേക്ക് നോക്കുക. ആക്ച്വലി ഇത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അറിയാൻ സാധിക്കില്ല. ഇത് നിങ്ങളെ കോൺഫിഡൻ്റ് ആയിട്ട് കാണിക്കും. നമ്പർ 3, നിങ്ങളുടെ പോസ്ചർ, ഹാൻഡ് ഷേക്ക്, ബോഡി ലാംഗ്വേജ്. ഇതാണ് ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ നിങ്ങളെ ഡോമിനൻ്റ് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് കാണിക്കുന്നത്. സോ എപ്പോഴും നേരെ നിന്ന് ഷോൾഡേഴ്സ് പിന്നിലേക്കാക്കി കോൺഫിഡൻ്റ് ആയി സംസാരിക്കുക. ആൻഡ് നിങ്ങൾ ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോഴൊക്കെ സ്ട്രോങ് ആയി ഫുൾ ഗ്രിപ്പോട് കൂടി കൊടുക്കുക. അതുപോലെ എപ്പോഴും കുനിഞ്ഞ് കൈകൾ കെട്ടി മറ്റുള്ളവർക്ക് മുമ്പിൽ നിൽക്കാതിരിക്കുക. ഇത് നിങ്ങളെ നെർവസ് ആൻഡ് വീക്കായി കാണിക്കും. സോ എപ്പോഴും നിങ്ങൾ നേരെ നിന്ന് ഷോൾഡേഴ്സ് വൈഡായി വെച്ച് സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മോർ ടോൾ, മോർ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അഗ്രസീവായിട്ട് സംസാരിക്കാതിരിക്കുക. മറ്റുള്ളവരോട് റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് സംസാരിക്കുക. റെസ്പെക്റ്റ് ലഭിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ആക്ഷൻസ്, ട്രസ്റ്റ്, കംഫേർട്ട്, ഇതിനായിട്ടുള്ള ഒരു സ്യൂറ്റബിൾ സറൗണ്ടിങ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഇൻട്രാക്ഷനിൽ നിങ്ങൾ എന്തു പറയുന്നു എന്നുള്ളതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നുള്ളത്. നമ്പർ 4, ഡിലേ യുവർ റെസ്പോൺസ്. ആളുകൾക്കിടയിൽ ഒരു പവർഫുൾ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരു നിമിഷത്തിൽ തന്നെ 1000 വാക്കുകൾ സംസാരിക്കുന്നതിന് പകരം നിങ്ങളുടെ റെസ്പോൺസ് എന്നുള്ളത് ഒന്ന് ഡിലേ ആക്കുക. ആക്ച്വലി ഇത് വളരെ പവർഫുള്ളാണ്. ഒരു ഡിലേഡ് റെസ്പോൺസ് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതോറിറ്റിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഓരോ പവർഫുൾ ആയിട്ടുള്ള ലീഡറും ഇത് യൂസ് ചെയ്യുന്നു. അവരുടെ തോട്ട്സിനനുസരിച്ചിട്ട് അവർ മറുപടി കൊടുക്കുന്നു. ഇതിലൂടെ ഒരു മിസ്റ്റീരിയസ് ഓറ അവർക്ക് ചുറ്റും ക്രിയേറ്റ് ആകുന്നു. സോ ഇത്തരം ആളുകൾ മറ്റുള്ളവർക്ക് ഒരു അൺപ്രഡിക്റ്റബിൾ പേഴ്സൺ ആയിട്ട് മാറുന്നു. സോ എപ്പോഴും റിലാക്സ്ഡ് ആൻഡ് കാം വോയിസോട് കൂടിയിട്ട് സംസാരിക്കുക. ആൻഡ് ഏതൊരു ചോദ്യത്തിനും ഉത്തരം നൽകുന്നതിന് മുന്നേ ഒരു കോൺഫിഡൻസ് സ്മൈലോട് കൂടി ഒരു പോസ് എടുക്കുക. ഇത് പവർ ആൻഡ് ഡോമിനൻസിൻ്റെ അടയാളമാണ്. നമ്പർ 5, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എപ്പോഴൊക്കെ നിങ്ങൾ മറ്റുള്ളവരെക്കാളും നന്നായി ഡ്രസ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ മോർ കോൺഫിഡൻറ്റ്, മോർ പവർഫുൾ ആൻഡ് മോർ അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ പുറത്ത് പോകുമ്പോഴൊക്കെ സ്റ്റൈലിഷ് ആൻഡ് ക്ലാസി ആയിട്ട് ഡ്രസ്സ് ചെയ്യുക. അതായത് ഒരു വലിയ റെപ്യൂട്ടേഷൻ നിങ്ങൾക്കുള്ളതുപോലെ ആയിരിക്കണം നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എന്നുള്ളത്. സോ ഇതിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ തന്നെ നിങ്ങൾക്കായിട്ടുള്ള ഒരു ഹൈ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന്. വെൽ ഫ്രണ്ട്സ്, ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങളെ 90% റെസ്പെക്റ്റിന് അർഹനാക്കും. എന്നാൽ ഇനിയുള്ള 10% റെസ്പെക്റ്റാണ് യഥാർത്ഥ റെസ്പെക്റ്റിന് നിങ്ങളെ അർഹനാക്കുന്നത്. ആർക്കൊക്കെയാണോ ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് അവരെ എപ്പോഴും ലോകം റെസ്പെക്റ്റ് ചെയ്യും. ലൈക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ, ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ഇവരെ എല്ലാവരെയും ലോകം ഇന്നും ഹൈലി റെസ്പെക്റ്റ് ചെയ്തു വരുന്നു. ഈ ഒരു റെസ്പെക്റ്റിനെ ആരെ കൊണ്ടും എടുത്തു കളയാൻ സാധിക്കില്ല. അതുപോലെ ഈ ഒരു റെസ്പെക്റ്റ് എന്നുള്ളത് ഒരിക്കലും ഷോ ഓഫ് ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുകയുമില്ല. ആക്ച്വലി ഈ ഒരു റെസ്പെക്റ്റിനെ നമ്മൾ സമ്പാദിക്കണം. സോ ഈ ഒരു റെസ്പെക്റ്റ് നമുക്ക് സമ്പാദിക്കാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വാല്യൂസിനെ ഫോളോ ചെയ്യണം. നമ്പർ 1, റെസ്പെക്റ്റ് യുവർ സെൽഫ്. ഭൂരിഭാഗം ആളുകളും മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ സ്വയം അവർ തന്നെ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരാൾ തീരുമാനിക്കുന്നു ഇനി ഞാൻ ഡ്രിങ്ക്സ് കഴിക്കില്ല എന്ന്. ബട്ട് തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴൊക്കെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ ഡ്രിങ്ക്സ് കഴിക്കുന്നു. ബിക്കോസ് തൻ്റെ ഗ്രൂപ്പിൽ താൻ ഒറ്റപ്പെട്ടു പോകുമെന്ന് അയാൾ വിചാരിക്കുന്നു. ഇവിടെ മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കാൻ വേണ്ടി അയാൾ തൻ്റെ കോർ വാല്യൂസ്, റെസ്പെക്റ്റ്, ഇതിനെയൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നു. ഇതുപോലെ നിങ്ങളുടെ വാല്യൂസിനെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളോടുള്ള സെൽഫ് റെസ്പെക്റ്റ് കുറയുന്നത്, മറ്റുള്ളവരും നിങ്ങളെ വളരെ വീക്ക് ആൻഡ് പവർലെസ് പേഴ്സൺ ആയിട്ട് കാണും. സോ നിങ്ങൾ ഈ ഒരു ലോകത്തിൽ നിന്ന് റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. നമ്പർ 2, നിങ്ങളുടെ ലൈഫിൽ ചില അൺബ്രേക്കബിൾ റൂൾസ്, പ്രിൻസിപ്പിൾസ്, ഇതിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അതിനെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ കോർ വാല്യൂസിനെ കോംപ്രമൈസ് ചെയ്യാതെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് എതിരെ നിൽക്കുന്നവർക്ക് നിങ്ങളുടെ ആക്ഷൻസിലൂടെ റിപ്ലൈ നൽകുക, നിങ്ങൾ റെസ്പെക്റ്റ് ഡിസർവ് ചെയ്യുന്നുണ്ട് എന്ന്.
നമ്പർ 3, എപ്പോഴും റിയൽ ആൻഡ് ഓതൻറ്റിക് ആയിട്ടിരിക്കുക. കാരണം ഒരാൾ എത്ര പവർഫുൾ, അട്രാക്റ്റീവ് ആണെങ്കിലും അയാൾ ഒരു കറപ്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ അപ്പോൾ അയാൾക്ക് ഒരിക്കലും ഒരു റിയൽ ഡീപ്പ് റെസ്പെക്റ്റ് ലഭിക്കില്ല. സോ എപ്പോഴും നേർമയോട് കൂടി ജീവിക്കുക, റിയൽ ആയിട്ടിരിക്കുക. ആൻഡ് ഫൈനലി, നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് വാല്യൂ കൊടുക്കുക. എന്തു പറയുകയാണെങ്കിലും വളരെ ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രം പറയുക. ഫേക്ക് പ്രോമിസസ് കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ വാക്കുകളെ റിയാലിറ്റിയാക്കി മാറ്റുക. അതിനെ റിയാലിറ്റി ആക്കാനുള്ള ആ ഒരു ജേണിയിൽ പല രീതിയിലുള്ള പ്രോബ്ലംസ്, ഡിസ്റെസ്പെക്റ്റ് ഇതൊക്കെ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. എന്നാൽ ഇതിനെയെല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ റിയാലിറ്റിയാക്കി മാറ്റുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരെക്കാളും കൂടുതൽ പവർഫുൾ, ബെറ്റർ ആൻഡ് റെസ്പെക്റ്റബിൾ പേഴ്സൺ ആയിട്ട് മാറും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.